ഈ കാലത്ത് ഒരു സമൂഹത്തെ നോക്കി നമ്മൾ പോകുമെന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിക്കുന്നത്. നമ്മൾ പോകുമെന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, പ്രൈസ് ദി ലോർഡ്, കള്ള് കുടിച്ച് കരൾ കേടായി ചത്തുപോയ മത്തായിയെ സെല്ലിൽ വയ്ക്കുമ്പം പുരോഹിതൻ എന്നാ പറയുന്നേ? നമ്മുടെ മത്തായി നരകത്തിലോട്ടുള്ള യാത്രയിലാകുന്നുവല്ലോ എന്ന് പറയുമോ? പറയില്ല. ഒടുക്കുന്ന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. അല്ല, നമ്മുടെ മത്തായി നരകത്തിലോട്ട് പോയെന്ന് പറഞ്ഞാൽ തല്ല് കിട്ടും. ആ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് ക്രിസ്തീയ പ്രവർത്തകരുടെ പലരുടെയും പ്രവർത്തനം. അതുകൊണ്ട് ഏത് കള്ളനും ഏത് കൊള്ളക്കാരനും എത്ര ഫലം കായ്ക്കാത്തവനും വേലയ്ക്ക് ദ്രോഹം ചെയ്യുന്നവനും ശുശ്രൂഷയ്ക്ക് തുരങ്കം വെച്ചവനും അങ്ങനെ തുരങ്കം വെച്ച് ന്യായവിധിയിൽ ചത്തുപോയവനുമാണെങ്കിലും സെല്ലിലോട്ട് തെരുത്ത് വയ്ക്കുമ്പം നമ്മൾ എന്താ പറയുന്നത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പം നമ്മളിപ്പോൾ സെല്ലി വെച്ച അണ്ണൻ ഉയർത്തെഴുന്നേക്കും എന്നാണ് പറയുന്നത്. നുണയാ. ഇവിടെ ജീവിതത്തിനൊരു ക്രമം വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജീവിതത്തിന് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവത്തിന്റെ പൈതൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണെങ്കിൽ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവളാണെങ്കിൽ വിലയ്ക്ക് വാങ്ങിയവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വിലയ്ക്ക് വാങ്ങിയവൻ എന്തിന് വിലയ്ക്ക് വാങ്ങിയോ ആ പ്രവർത്തികൾ നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏൽപ്പിക്കപ്പെടാതെ സ്നാനപ്പെട്ട ശേഷം അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർ നിത്യജീവനിൽ പോകുമെന്ന് പറയാനാവില്ല.